ഞങ്ങൾക്കും പറയാനുണ്ട്. പ്രേക്ഷക പ്രീതി നേടി മുന്നേറുന്ന ഈ പരിപാടിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. കാട്ടാക്കട പഞ്ചായത്തിലെ കാനക്കോട് വാർഡിലാണ് ഞങ്ങൾക്കും പറയാനുണ്ട് എന്ന പരിപാടിയുമായി ഞങ്ങൾ എത്തിയിരിക്കുന്നത്. നിലവിൽ അവിടെ UDF ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയുണ്ട് UDFന്റെ ഭരണം? അത് ജനങ്ങൾ തന്നെ നമ്മളോട് പറയുന്നതായിരിക്കും. വരും. കാനക്കോട് വാർഡിലെ വികസനങ്ങൾ എങ്ങനെയൊക്കെയാണ്? വികസനമൊക്കെ നന്നായിട്ട് തന്നെ, എല്ലാവർക്കും നല്ല രീതിയിൽ എല്ലാം പറയണ വീടുകളും നന്നായിട്ട് പോകുന്നുണ്ട്. റോഡുകളൊക്കെ നല്ലത് തന്നെ. അന്ന് റോഡുകളൊക്കെ IV സതീഷ് നല്ല ഇതാക്കിയല്ലേ. നമ്മളെ കാനക്കോട് നിന്ന് ഞങ്ങളൊക്കെ പാപ്പരത്താണ്. ഇപ്പോൾ ബസ്സും ഉണ്ടല്ലേ, ഇപ്പോൾ 2 നേരം ബസ്സുണ്ട്, രാവിലെയും വൈകിട്ടും. റോഡൊക്കെ നല്ല PWDയുടെ നല്ല റോഡാക്കിയല്ലേ. വേറെ കുറവൊന്നും വാർഡിനകത്തിന് ഒരു കുറവ്. ലൈഫ് വീടിന്റെ അതൊക്കെ ഏകദേശം പേർക്കൊക്കെ കൊടുത്തു. കുടിവെള്ളമൊക്കെ ഇല്ല, എല്ലായിടത്തും ഉണ്ട്. അത് നേരത്തെ ഉണ്ട്. സജീവമാണ്. കൂടെ നിൽക്കും. ഇല്ല. എന്റെ പേര് വസന്തകുമാരി. ഇപ്പൊ മരുന്ന് എല്ലാം തന്നു കേട്ടോ. ഇതിന് മുമ്പ് ആൾക്കാർ പറഞ്ഞ കേട്ടോ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇപ്പൊ മരുന്നെല്ലാം ഉണ്ട്. ഇടാൻ കിട്ടുന്നുണ്ട്. കാനക്കോട് വാർഡിന്റെ അംഗൻവാടി 11 വാർഡിന്റെ 45 നമ്പർ അംഗൻവാടി അല്ലേ? ഇവിടെ എങ്ങനെ പഞ്ചായത്തിൽ നിന്നുള്ള സപ്പോർട്ടുകൾ കിട്ടുന്നുണ്ടോ? സാധനങ്ങളെല്ലാം കിട്ടുന്നുണ്ടോ? കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം കിട്ടുന്നുണ്ടോ? പഞ്ചായത്തിൽ നിന്നുള്ള 100% സപ്പോർട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ആഹാര സാധനങ്ങളെല്ലാം കൃത്യമായിട്ട് ഇറക്കി തരുന്നുണ്ട്. അവരെല്ലാം സപ്പോർട്ടും ഉണ്ട്. എല്ലാം നല്ലതാണ്. വാർഡ് മെമ്പറിന്റെ സപ്പോർട്ട് എങ്ങനെയാണ്? വാർഡ് മെമ്പറിന്റെ സപ്പോർട്ടും ഉണ്ട്. എത്ര കുട്ടികളുണ്ട് ഇവിടെ? ഇവിടെ കുറച്ച് കുട്ടികളേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ബാക്കി കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള കളിക്കോപ്പുകളെല്ലാം ഉണ്ട്. കളിക്കോപ്പുകളും എല്ലാം ഉണ്ട്. പിന്നെ ഇവിടെ ഔട്ട്ഡോർ സംവിധാനം കുറവാണ്. 3 സെന്റ് സ്ഥലമേ ഉള്ളൂ. അല്ല, ഇൻഡോർ സൗകര്യം എല്ലാം ഉണ്ട്. ഇവിടെ ഈ ഹെൽപ്പർ ഇവിടെ ഉള്ള അടുത്തുള്ളത് തന്നെ ഒരു ചേച്ചി ഗീതാകുമാരി. സഹകരണമുണ്ട്. അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ? കമ്മിറ്റികളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാം പൂർണ്ണമായിട്ടല്ല, ഭാഗികമായിട്ട് എല്ലാം പ്രവർത്തിക്കുന്നുണ്ട്. കുറവുണ്ടോ? കുറവൊന്നുമില്ല. എല്ലാവരും നാട്ടുകാരൊക്കെ പാവങ്ങളാണ്. അവരൊക്കെ എല്ലാ കാര്യത്തിനും വിളിച്ചാലൊക്കെ സഹകരിക്കും. കമ്മിറ്റിക്ക് വിളിച്ചാൽ എല്ലാവരും വരെയൊക്കെ ചെയ്യും. കുട്ടികളുടെ എണ്ണത്തിൽ കുറവുണ്ട്. ഈ വാർഡിൽ പിന്നെ എല്ലാ കുട്ടികളും കേരളത്തിലെ മികച്ച അംഗൻവാടിയായിട്ട് തിരഞ്ഞെടുത്തത് കാനക്കോട് അംഗൻവാടിയിലാണ്. അവിടെയാണ് ഈ വാർഡിലുള്ള എല്ലാ കുട്ടികളും ആ അംഗൻവാടിയിലാണ് പോകുന്നത്. ഇവിടെ കുട്ടികൾ കുറവാണ്. കൂട്ടാൻ ഇനി പിന്നെ പ്രവർത്തിക്കുക. എല്ലാവരെയും വിളിച്ചെന്നു എല്ലാ വീടുകളും സന്ദർശിച്ച് ഇനി വിളിക്കണമെന്നുണ്ട്. പിന്നെ കുട്ടികൾ വരാൻ സാധ്യതയുണ്ട്. പ്രവർത്തനങ്ങളെല്ലാം നല്ല രീതിയിൽ പോകുന്നുണ്ട്. എൻ്റെ പേര് ലേഖ. ഹെൽപ്പറിന്റെ പേര് ഗീതാകുമാരി. 5 വർഷം കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഈ ഭരണത്തിന്റെ എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ല. ഈ പൊതുവെള്ള പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കുടിവെള്ളം ഉൾപ്പെടെ എല്ലാം കിട്ടുന്നുണ്ട്. ഇനി എന്തൊക്കെയാണ് ഈ പറയുന്നത്? കുറവുള്ള എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാനുള്ള? എന്തൊക്കെയാണ് റോഡുകളൊക്കെ എങ്ങനെയാണ്? റോഡുകളുടെ ഇപ്പം വീടുകളിലെ ഇപ്പോൾ കാനക്കോട് വാർഡിനെ കുറിച്ച് കാനക്കോട് വാർഡ് ഇനി വികസനം പകുതി വികസനമായി. ഇനി റോഡ് വികസനം വരാറുണ്ട്. ഇപ്പം പഞ്ചായത്തിൻ്റെ പല പദ്ധതികളും നമ്മളെ വാർഡിൽ എത്തുന്നില്ല. ഇപ്പോൾ കുടിവെള്ളം തന്നെ ഇപ്പോൾ കണക്ഷൻ എല്ലാവരും കിട്ടിയെങ്കിലും പലയിടത്തും ഇപ്പം കുടിവെള്ളം ഇല്ല. അതുപോലെ ഭവന പദ്ധതികളൊക്കെ ഇപ്പം
പലർക്കും കിട്ടിയിട്ടില്ല. മെയിൻ്റെനൻസിൻ്റെ അതൊന്നും കിട്ടിയിട്ടില്ല. അതുപോലെ ഇനി ധാരാളം വികസനങ്ങൾ വരാറുണ്ട്. ഈ റോഡുകളുടെ വികസനം എങ്ങനെയാണ്? റോഡ് വികസനം വലിയ കുഴപ്പമില്ല. ഇപ്പോൾ റോഡ് വികസനം നന്നായിട്ടുണ്ട്. ഈ വാർഡ് മെമ്പർ എങ്ങനെയാണ്, സജീവമാണോ? വാർഡ് മെമ്പർ സജീവമാണ്. എന്താണെന്ന് അറിഞ്ഞൂടാ. പഞ്ചായത്തിൻ്റെ പദ്ധതി പൂർണ്ണമായിട്ട് നമ്മളെ വാർഡിലെത്തുന്നില്ല. എല്ലാ മേഖലയിലും എത്തിയിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ വരാൻ. ഈ കാര്യങ്ങളെല്ലാം മെമ്പറുടെ ഇടപെടൽ മെമ്പറൂടെ പറഞ്ഞ് എല്ലാം ശരിയാക്കണം. മെമ്പർ സജീവമാണ്. നമ്മളെ മെമ്പർ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്യുമെന്നാണ് തോന്നുന്നത്. ഓക്കെ. ബിനോയ്. ഓ, ഇത് മാത്രമേ ഉള്ളൂ. ഈ പ്രായത്തിൽ നിങ്ങൾ ഈ ജോലിക്ക് പോകണമെന്ന് വലിയ കാര്യമല്ലേ? അല്ലേ? നമുക്ക് പണി ചെയ്യുന്ന സൈറ്റിന്റെ അടുത്താണ് ഹോട്ടലിൽ പോയിട്ടെങ്കിൽ നമുക്കൊക്കെ സന്തോഷം തന്നെ. ദൂരെ നടക്കുന്ന കാര്യമാണ്. ആരോഗ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും നടക്കാൻ പറ്റില്ല. ഓട്ടോളിച്ച് പോകണല്ലോ അല്ലേ? വാർഡ് മെമ്പറുടെ പ്രവർത്തനം എങ്ങനെയാണ്? കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ എന്തോ കുഴപ്പമുണ്ടെന്നുള്ളത്. കുഴപ്പമില്ല, നല്ല കാര്യം തന്നെ പ്രവർത്തനം ചെയ്യുന്നു. കുടിവെള്ളം കിട്ടുന്നുണ്ട്. നമുക്ക് ഫോട്ടോ എടുക്കാൻ പോകാൻ പ്രയാസമാണ്. പാപ്പരത്ത് എന്നാണ് ഫോട്ടോ എടുക്കുന്നത്. കാണിക്കോട്ടാണ് ജോലിക്ക് വരുന്നത്. അങ്ങനെ എത്തി ബുദ്ധിമുട്ടാണ്. അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടുണ്ട്. അതെല്ലാം നമ്മളെ മെമ്പറും നല്ല സ്നേഹം തന്നെ. നമുക്കൊരു വീടൊക്കെ തന്ന് പൈപ്പ് തന്ന് എല്ലാം. മെമ്പറിനെ പറ്റി ഒന്നും പറയാനില്ല. നല്ല കാര്യങ്ങളാണ്. ഇതൊരു ബുദ്ധിമുട്ടേ. അല്ലാതെ മെമ്പറെ പറഞ്ഞാലും പറ്റില്ല. അത് പഞ്ചായത്തിൽ അവിടെ പറഞ്ഞാലേ പറ്റൂ. ഈ ദൂരെയൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. ഇപ്പൊ എല്ലായിടും ദൂരത്തൊക്കെ ഫോട്ടോ എടുക്കാൻ പോകുന്നത്. വാർഡ് മെമ്പറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? കുഴപ്പമൊന്നുമില്ല. കുഴപ്പമുണ്ടെന്നുള്ളതാണ്. കുഴപ്പമില്ലെന്ന് പറയുമ്പോൾ അത് പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്നില്ലേ? വീട് കിട്ടി. വേറെ ഇനി നമ്മുടെ ഈ ചെറിയ റോഡുകളൊക്കെ എങ്ങനെയാണ്? ചെറിയ റോഡ് നമ്മളെ ചെയ്തിട്ടുണ്ട്. മെമ്പർ സജീവമായി തന്നെ പ്രവർത്തിക്കുന്നു. പേരെന്താണ്? പേര് ജോൺസൺ. നമ്മുടെ ഈ ഒരു 5 വർഷത്തെ ഒരു കാനക്കോടിന്റെ മെമ്പറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? നമ്മൾ നാട്ടുകാർക്ക് ബന്ധപ്പെട്ട പണികളൊക്കെ വീടുകൾ കിട്ടാത്ത ആൾക്കാരെയും ഉണ്ടോ? എല്ലാവർക്കും കുടിവെള്ളം കിട്ടുന്നുണ്ട്. ആൾക്കാർ കുടിവെള്ളം കിട്ടുന്നുണ്ട്. പ്രാഥമികമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഈ മാലിന്യ പ്ലാസ്റ്റിക് ശേഖരണമൊക്കെ നമ്മുടെ ഓരോ വീട്ടുകാരും ഒരേപോലെ പല വീടുകളുണ്ട്. ചിലവരെ സൂക്ഷിച്ച് വെച്ചിട്ട് അവർ വരുന്ന കൊടുക്കുന്നവരുണ്ട്. ചിലവരെ പുറത്ത് കളയുന്നുണ്ട്. ചിലവർ കത്തിക്കുന്നവരുണ്ട്. 5 വർഷക്കാലം തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കിട്ടിയോ? വാർഡ് മെമ്പർ എങ്ങനെ? 5 വർഷം കൊണ്ട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. കുടിവെള്ളം ഉണ്ടോ വീട്ടില്? കുടിവെള്ളം അങ്ങനൊന്നുണ്ട്. നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അത് വാരി കുടിക്കുന്നു. അല്ലാതെ നമുക്ക് അവിടെ പൈപ്പൊന്നും വന്നിട്ടില്ല. പൈപ്പ് വന്നില്ല. അന്ന് പറ്റി എന്നുള്ളത് നമുക്ക് റോഡ് മുറിക്കാൻ പാടില്ല. കൊണ്ടുവന്നില്ല. വാർഡ് മെമ്പർ അടുത്ത് പറഞ്ഞില്ലേ? പറഞ്ഞ ചെയ്യില്ലേ? ചെയ്യാൻ പറ്റില്ല. നമുക്ക് അറിഞ്ഞൂടാ. വീട്ടിലെ കിട്ടുന്നുണ്ടോ? അപ്പൊ മെമ്പർ സജീവമായിട്ട് കാര്യങ്ങളൊക്കെ ഇടപെടും. പേരെന്താണ് അമ്മച്ചിയുടെ? അമ്മച്ചിയുടെ പേര്?
പേരില്ല അമ്മച്ചി? പേരൊന്നുമില്ല. ഓക്കെ, പേര് പറയും. പേര് പറയും അമ്മച്ചി, പേര് പറയും. എന്റെ പേര് യശോദ. യശോദ. ഓക്കെ. 5 വർഷങ്ങളിൽ തൊഴിലുറപ്പ് പണി കിട്ടിയോ? 5 വർഷത്തേക്ക് തൊഴിലുറപ്പ് കിട്ടിയോ? വയസ്സായ കാലത്തിന് 5 വർഷത്തേക്ക് കിട്ടുമോ? ഈ 5 വർഷം കിട്ടിയില്ലേ? കിട്ടി 5 വർഷം. അതാണ് ചോദിച്ചത്. 5 വർഷം ആയില്ല. നമ്മൾ 5 വർഷം. നമ്മുടെ ഈ വാർഡിനകത്ത് ഇനി എത്ര വീട് കിട്ടാനുണ്ട്? കാണുന്നറിഞ്ഞൂടാ. വീട് കിട്ടിയിട്ടുണ്ട് ആൾക്കാർക്ക്? നമുക്ക് വീട് കിട്ടിയിട്ടുണ്ട്. കിട്ടിയിട്ടുണ്ട്. 2010 വീട് കിട്ടി. ഈ മെമ്പർ വന്നതിനാണ് കിട്ടിയത്? 2010 അല്ല, 2010 അല്ലേ? 2010. വിക്രമനായിരുന്ന സമയം. വിക്രമൻ. ഇപ്പൊ വേറെ കുടിവെള്ളമൊക്കെ ഉണ്ടോ? കുടിവെള്ളം 2 ദിവസം കൊണ്ട് വെള്ളം കുറവ്. ഇന്ന് വന്നു. കിട്ടുന്നുണ്ട്. കണക്ഷൻ കിണറുണ്ട്. പൈപ്പ് എടുത്തിട്ടുണ്ട്. പഞ്ചായത്തിന് പൈസ കിട്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. തൊഴിലുറപ്പ് കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കുടിവെള്ളം കിട്ടിയോ? പെൻഷൻ കിട്ടാനായില്ലേ? കിട്ടണമായിരുന്നു, പക്ഷെ നമുക്കിപ്പോൾ കിട്ടില്ല. വെള്ളക്കാർക്ക് മോന് ജോലി ഉണ്ടെന്നുണ്ട്, പെൻഷൻ കിട്ടില്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് കിട്ടൂല. നിങ്ങളുടെ കാർഡായില്ല, പ്രത്യേകിച്ച് ആയിട്ടില്ല. പിന്നെ ചെറിയ റോഡുകളൊക്കെ തൊഴിലുറപ്പ് മേഖലയിലുള്ള ഒരു വിഷയമാണ് ഞാൻ നേരത്തെ ഫോട്ടോ എടുക്കുന്നത്. ഒരു വിഷയം തന്നെയാണ്. കാലൊക്കെ വിഴുന്ന് പൊട്ടിയിട്ടൊക്കെ ഉള്ളവർക്കൊക്കെ നടന്നൊക്കെ പോവാം, ദൂരമാണ്. നമ്മളൊരു കുറ്റം ഇനി വരരുതെന്നും പറഞ്ഞു മെമ്പറല്ലല്ലോ അത് കൊണ്ടുവന്നത്, സർക്കാരിൻ്റെ അല്ലേ. അതിപ്പോൾ ഈ പാവപ്പെട്ടവർക്ക് നടക്കാൻ പറ്റാത്തവർക്ക് എന്തായാലും ഒരിടത്ത് നിന്നായിരിക്കില്ലേ അല്ലേ? അതൊരു കുറവ് തന്നെയാണ്. 2 സ്ഥലങ്ങളിലാക്കുന്നത് 2 സമയം പോകണം അല്ലേ? 2 സമയവും ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണം. അതൊരു നമുക്കിപ്പോ പോയിട്ട് വരാൻ ദൂരമായതുകൊണ്ട് ഇപ്പൊ 4 മണിക്കാക്കി. കുറച്ച് പേര് ഇവിടെ ഉച്ചയ്ക്ക് വീട്ടിൽ പോകില്ല, ദൂരമായതുകൊണ്ട് കാലൊക്കെ വയ്യ. നമ്മളിനി അതുകൊണ്ട് 4 മണിക്കാക്കി. അപ്പൊ അവരിങ്ങനെ വീട്ടിൽ വന്നിട്ട് പിന്നീട് 4 മണിക്ക് പോകും. 4 മണിക്കാണ് രാവിലെ ഫോട്ടോ എടുക്കണം, വൈകിട്ട് ഫോട്ടോ എടുക്കണം. അതിപ്പോ ഇവിടെ പണിയായോണ്ടാണ് വൈകിട്ടാക്കിയാൽ. അത് കഴിഞ്ഞ് 2 മണിക്ക് 2 മണിക്കാക്കും. ഇങ്ങനത്തെ ബുദ്ധിമുട്ട് എല്ലായിടത്തും ഉണ്ട്. എത്ര വയസ്സായി? 70 വയസ്സായി. അപ്പൊ ഈ ഒരു പ്രായത്തിൽ തൊഴിലുറപ്പിന് വേണ്ടിയിട്ട് പോകുന്നൊരു സ്ഥിതിയാണ് അല്ലേ? എന്താണ് ആരോഗ്യസ്ഥിതിക്ക് എങ്ങനെയാണ്? ഓക്കെ, എന്നാലും ഇപ്പോൾ ഒരു ചർച്ച വന്നിട്ടുള്ളത് ഈ ഫോട്ടോ എടുക്കുന്നത് 2 സമയങ്ങളിൽ ഫോട്ടോ എടുക്കുന്നത് വേറെ സ്ഥലത്തും പണിയുന്ന ഒരു സ്ഥലത്തും അതൊരു ബുദ്ധിമുട്ടാണെന്നുള്ളതാണ്. അത് ഈ പ്രാവശ്യം നമുക്ക് വന്നു. ഇതിന് മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊരു ബുദ്ധിമുട്ട് തന്നെയാണെന്നുള്ളതാണ് അല്ലേ? ഈ നമ്മുടെ ഈ വാർഡ് മെമ്പറിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? ആർക്കും ഒരു ദ്രോഹവുമില്ല. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും നന്മ തന്നെ ചെയ്യണം. ഈ കുടിവെള്ളമൊക്കെ കിട്ടുന്നു? കുടിവെള്ളമൊക്കെ കിട്ടുന്നു. കറണ്ടുണ്ട്. എന്ത് കാര്യം പോയി പറഞ്ഞാലും അത് കാര്യം നടത്തി തരണം. സാധാരണക്കാരന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. ഈ ലൈഫ് ഭവന പദ്ധതിയിൽ വീടൊക്കെ കിട്ടിയിട്ടുള്ള എന്റെ തൊട്ടടുത്ത വീട്ടിൽ അതാ പെട്ടെന്ന് പാല് കാച്ചി കഴിഞ്ഞാൽ എല്ലായിടത്തും ഇഷ്ടം പോലെ വീടുകൾ കൊടുത്തു. പക്ഷെ ഇഷ്ടം പോലെ വീടുകൾ, ബാത്റൂം. വീട് ഞങ്ങൾക്ക് ടാർപ്പായിട്ടാണ് അടുക്കള. മെയിൻ്റനൻസിന് ഇപ്പൊ എഴുതി കൊടുത്ത് കിട്ടിയിട്ടില്ല. ഒച്ചക്കട്ടില്ല കട്ട വീടാണ്, അങ്ങനെ ഇരിക്കുന്നു. പിന്നെ മോൻ ലോൺ എടുത്താണ് വീട് അങ്ങനെ മിനിക്ക് പിറക്കി വെച്ചേക്കുന്നു. കൊടുത്തോ? ഇല്ല, തന്നില്ല. മെമ്പർ പറഞ്ഞു വീട് തരാമെന്ന് പറഞ്ഞു. അപ്പൊ മോൻ പറഞ്ഞു ലോൺ എടുത്ത് ശരിയാക്കി ഇങ്ങനെ അത് ഇടിച്ചു പിടിച്ചാലും ഈ പൈസക്കൊന്നും തികയില്ല വീട് വയ്ക്കാൻ. ഈ പൈസ കിട്ടുന്ന സമയത്ത് 2 പെൺകുട്ടികളാണ് വരെ പുറത്തായിട്ടുണ്ട്. വാർഡിന്റെ നമ്മുടെ ഈ കാനക്കോട് വാർഡിന്റെ വാർഡ് മെമ്പറിന്റെ പുറത്ത് എങ്ങനെയാണ്? നല്ല ഈ കുടിവെള്ളം കിട്ടുന്നുണ്ട്. പിന്നെ ഈ
പ്രവർത്തനങ്ങളിൽ കുറവ് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഈ തൊഴിലുറപ്പൊക്കെ കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതിനകത്ത് ഒരു ഫോട്ടോ എടുപ്പിന്റെ ഒരു വിഷയം പറയുന്നുണ്ട്. എന്താണ്? അയ്യോ, അതാണ് കഷ്ടപ്പാട്. നമ്മളെ ഇവിടുന്ന് ഫോട്ടോ എടുക്കുന്ന ആളെ പോണെങ്കിൽ ഒരാൾ പോകണമെങ്കിൽ ഓട്ടോയ്ക്ക് 50 രൂപ കൊടുക്കും. നമ്മൾ 3-4 പേര് കയറി പോയാൽ ആളുകൾ 15 രൂപ. അതൊരു വിഷയം തന്നെയാണ്. കാലൊന്നും സുഖമില്ലാത്തവരല്ലേ, എനിക്ക് നടക്കാനൊന്നും പറ്റില്ല. അവരാരും കഴിവുള്ള 2 രൂപ ഓടി വീട്ടിൽ പോയി. നമ്മളിതാ ഇവിടെ ഇരിക്കുന്നു. കാല് തീരെ എനിക്കും നടക്കാനൊന്നും പറ്റില്ല. പാപ്പനത്ത് പോകണം. അവന് ഫോട്ടോ എടുക്കാൻ 2 നേരം പോകണം അല്ലേ? ഇല്ല, വൈകുന്നേരം 1 നേരമായിട്ട് വൈകുന്നേരം എടുക്കണം. അല്ലെങ്കിൽ 2 മണിക്കാണ് എടുത്തോണ്ടിരുന്നത്. രാവിലെ എടുത്തിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് എടുക്കുമായിരുന്നു. അപ്പൊ ഇത്രയും ദൂരമായതുകൊണ്ട് ഇപ്പം 4 മണിക്ക് എടുക്കും. 4 മണിക്ക് എടുത്തിട്ട് 5 മണി വരെ ഇരിക്കും. ഈ ഫോട്ടോ എടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഹാജർ കിട്ടില്ല? ഇല്ല ഇല്ല, ഫോട്ടോ എടുത്ത് ഒപ്പിടണം, എന്നാലേ നമുക്ക് പൈസ കിട്ടും. പൈസ കിട്ടൂല. ബാക്കി വാർഡിന്റെ പ്രവർത്തനം എങ്ങനെയാണ്? നല്ല പേറ്റാണ്, നല്ലതാണ്. നല്ല റോഡൊക്കെ ആയി, വഴികളൊക്കെ ചെയ്ത് വീടൊക്കെ ഒത്തിരി പേർക്കൊക്കെ നമ്മളെ ഏരിയയിൽ കൊടുത്തിട്ടുണ്ട്. എന്റെ പേര് കുഞ്ഞുമോ. മനസ്സിലാക്കുന്നത് കാര്യം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും നല്ല മികച്ച അംഗൻവാടിയും അതുപോലെ ടീച്ചർമാർ അവാർഡ് വാങ്ങിയ ആ ഒരു സന്തോഷത്തിലാണ്. എങ്ങനെയാണ് അതിനെക്കുറിച്ച് അതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? ആദ്യമേ നമസ്കാരം. ഞാനിവിടെ വന്നിട്ട് 10 വർഷമായി. 2015 എനിക്ക് ഈ അംഗൻവാടിയിൽ കിട്ടിയത്. ആദ്യം ഇരുന്നത് ഇപ്പോൾ ഇരിക്കുന്ന ബ്ലോക്ക് മെമ്പർ സർല ടീച്ചറാണ് ആദ്യം ഇരുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്ത് വന്നതാണ് ഞാൻ. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നമുക്ക് ഏതൊരു അംഗൻവാടിയും ബേസിക് എന്ന് പറയുന്നത് നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങളാണ്. കാരണം അംഗൻവാടി നല്ല ചുറ്റുമതിലുണ്ടായിരിക്കണം, നല്ലൊരു കെട്ടിടം ഉണ്ടായിരിക്കണം, കുട്ടികൾക്ക് അതിന് കളിക്കാനുള്ള സാധനം ഉണ്ടായിരിക്കണം, ഔട്ട്ഡോർ ഇൻഡോർ സാധനം ഉണ്ടായിരിക്കണം, ബേബി ഫെഡിൽ ഇങ്ങനെയുള്ള ഒരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുണ്ടായിരിക്കണം. അപ്പോൾ അതെല്ലാം എനിക്ക് തന്നത് കാട്ടാക്കട പഞ്ചായത്താണ്. കാട്ടാക്കട പഞ്ചായത്തിൽ മാറി മാറി വരുന്ന ഭരണസമിതിയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം വരുന്ന അജു ടീച്ചറായിരുന്നാലും ഇപ്പോൾ ഇരിക്കുന്ന അനിൽകുമാർ സാറായിരുന്നാലും 2 ഭരണസമിതിക്കാരും ആ 2 ഭരണസമിതിയുടെ കീഴിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ വന്ന കാലങ്ങളിൽ അവർ 2 പേരാണ്. എന്ത് ചോദിച്ചാലും സാർ ഇന്നതാണ്, എനിക്ക് ഇന്ന ഒരു സാധനം വേണം, എൻ്റെ കുട്ടികൾക്ക് ബെഡ് ഇത്ര വേണം എന്ന് പറഞ്ഞാൽ അത് എനിക്ക് പോയിട്ട് അവർ പുറത്തേക്ക് കൊടുക്കുകയുള്ളൂ. പിന്നെ എനിക്ക് 31 കുട്ടികളുണ്ട്. ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് 7 കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ എനിക്ക് 31 കുഞ്ഞുങ്ങളുണ്ട്. പിന്നെ എൻ്റെ വാർഡിലാണെങ്കിൽ നല്ല സഹകരണമുണ്ട് എനിക്ക്. എൻ്റെ ഈ വാർഡ്, ഈ കാനക്കോട് വാർഡുകളുടെ എല്ലാം, ഹരിതകർമ്മസേന ആയിക്കോട്ടെ, ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ആയിക്കോട്ടെ, പിന്നെ എൻ്റെ ഏറ്റവും എടുത്ത് പറയേണ്ടത് എൻ്റെ രക്ഷകർത്താക്കളും എൻ്റെ കുഞ്ഞുങ്ങളുമാണ്. എന്താവശ്യം ഞാൻ പറഞ്ഞാലും, ഇവിടെ ഏതെങ്കിലും ഒരു ഇവിടെ ആദ്യം സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് വന്നിരുന്നു പരിശോധനയ്ക്ക്, അത് കഴിഞ്ഞ് UAE നിന്ന് വന്നിരുന്നു, പിന്നെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിരുന്നു. ഇപ്പോൾ ഏതൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് വന്നാലും മക്കളെ അന്ന് എത്ര സുഖമില്ലായിരുന്നാലും അവർ അംഗൻവാടിയിൽ അവരെ കൊണ്ടെത്തിക്കുകയായിരുന്നു. അതുപോലെ തന്നെയാണ് ഞങ്ങളുടെ വാർഡ് മെമ്പറും. എന്ത് കാര്യം പറഞ്ഞാലും മെമ്പർ അത് ചെയ്തു തരുന്നുണ്ട്. അവരുടെ എല്ലാം ഫുൾ സപ്പോർട്ട് കൂടി തന്നെയാണ് എനിക്കത്. അല്ലാതെ എൻ്റെ പ്രവർത്തനം കൊണ്ട് മാത്രമല്ല, ഫുൾ അവരുടെ സപ്പോർട്ട്. പിന്നെ എനിക്ക് താൽക്കാലികമായിട്ടുള്ള ഹെൽപ്പറാണുള്ളത്. അപ്പോൾ അവരും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ നോക്കുന്നുണ്ട്, എൻ്റെ ഒപ്പം നിൽക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കുറേ രജിസ്റ്ററുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വന്നപ്പോൾ അതൊക്കെയാണ് നോക്കിയത്. അപ്പോൾ അതിനെല്ലാത്തിനും എനിക്ക് മാർക്കുണ്ടായിരുന്നു. ഡോക്യുമെൻറ്റേഷനും എല്ലാ രജിസ്റ്റർ 10-27 രജിസ്റ്റർ ഉണ്ട്. അതെല്ലാം നോക്കി അതിനെല്ലാം വെരിഫൈ ചെയ്ത് അതിലൊരു രാഷ്ട്രീയമോ ഒരു ഇതോ ഒന്നുമില്ല. അവർ വന്നു, ഞങ്ങളുടെ പ്രവർത്തനം നോക്കി, പ്രവർത്തനം വിലയിരുത്തിയത് കൊണ്ടാണ് എനിക്ക് അവാർഡിന് അർഹയായതും ഏറ്റവും നല്ല മികച്ച അംഗൻവാടി വർക്കറിന് കിട്ടിയതും ഏറ്റവും നല്ല മികച്ച അംഗൻവാടിക്ക് കിട്ടിയതും. അതിൽ ഞാൻ വളരെ സന്തോഷമുണ്ട്. എൻ്റെ ഈ വാർഡിലെ രക്ഷകർത്താക്കൾക്കും, എൻ്റെ മെമ്പറും, എൻ്റെ പഞ്ചായത്തിനും, എൻ്റെ കുഞ്ഞുങ്ങൾക്കും, എൻ്റെയും എൻ്റെ ഹെൽപ്പറും പേരിൽ ഒരുപാട് നന്ദി പറയണം. അപ്പോൾ 5 വർഷം കൊണ്ട് ഈ വാർഡിനകത്ത് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും മികച്ച പ്രവർത്തനങ്ങളിൽ അതിൻ്റെ പദ്ധതികളെക്കുറിച്ചുള്ള 1-2 കാര്യങ്ങൾ എങ്ങനെയാണ്? നമുക്ക് ഒരു മെമ്പർ എന്ന രീതിയിൽ 6 മാസത്തെ അല്ലെങ്കിൽ 7 മാസം കൂടി ചെയ്യാം. അതിനകത്ത് വച്ച് എൻ്റെ കാലയളവിൽ എനിക്ക് നിരവധി പ്രവർത്തനങ്ങളാണ് എൻ്റെ ഈ വാർഡിൽ ചെയ്യാൻ സാധിച്ചത്. എന്നുവെച്ചാൽ നമ്മുടെ അംഗൻവാടി തലത്തിലേക്ക് ആണെങ്കിൽ അംഗൻവാടിക്ക് എല്ലാ വർഷവും ഫണ്ട് ലഭിച്ചുകൊണ്ട് തന്നെയാണ് ഓരോ പ്രവർത്തനങ്ങൾ നമ്മളിവിടെ അംഗൻവാടിക്ക് വേണ്ടി ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ
കരട പഞ്ചായത്തിനകത്ത് എനിക്ക് തോന്നുന്നു 40 വീടുകൾ വരെ എൻ്റെ വാർഡിൽ ലൈഫിൻ്റെയും PMAY പദ്ധതിയിലും വെച്ച് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു സബ് സെൻറ്റർ ഇവിടെ ഉപയോഗശൂന്യമായി കിടന്നു. അതിന് 55 ലക്ഷം രൂപ ഫണ്ട് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ വർക്ക് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് കഴിയാൻ പറ്റുന്ന റോഡുകൾ, മെയിൻ്റെനൻസ് ചെയ്യാൻ പറ്റുന്ന റോഡുകളെല്ലാം പണി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി പുതിയ റോഡുകളാണ് നമുക്ക് ചെയ്യാനുള്ളത്, കോൺക്രീറ്റാണ് ചെയ്യാനുള്ളത്. അതും എനിക്ക് തോന്നുന്നു മാർച്ചിനകത്ത് തന്നെ 2-3 വർക്കുകൾ നമുക്ക് ചെയ്തു തീർക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ നിരവധി വികസന പ്രവർത്തനങ്ങൾ ഓരോരുത്തർക്കും നമുക്ക് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് എപ്പോഴും എന്താവശ്യം വിളിച്ചാലും അവിടെ എത്തുകയും അവരോടൊപ്പം നിന്ന് എന്താണ് അവിടെ ആവശ്യമുള്ളത് എന്നറിഞ്ഞ് നോക്കി മനസ്സിലാക്കി ഇത് ചെയ്തു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനിയുള്ള 7 മാസവും അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളും അങ്ങനെ തന്നെയായിരിക്കും. നേരത്തെ ആ രീതിയിൽ നിന്നതുകൊണ്ടാണ് ഞാൻ തന്നെ ഇവിടെ ഒരു മെമ്പറായി എന്നെ ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിച്ച് വോട്ടിട്ട് ജയിപ്പിച്ചത്. അത് ഈ മെമ്പർ സ്ഥാനം കഴിഞ്ഞാലും തുടർന്ന് കൊണ്ടുപോകാനാണ് എൻ്റെ ആഗ്രഹം. ഓക്കെ, അപ്പോൾ ഈ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും 100 മണിയിൽ കൂടുതൽ എത്തിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഈ വർഷത്തെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട് ഒരു മാർച്ച് 20-നകത്ത് തന്നെ ഏകദേശം പേർക്ക് പക്ഷേ സ്ഥിരമായി നമ്മുടെ ഈ തൊഴിലുറപ്പിന് എല്ലാ ദിവസവും വരുന്നവർക്ക് മുഴുവൻ ആൾക്കാർക്കും 100 പണി തികയുന്നതാണ്. ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു 50ഓളം പേർക്ക് 100 പണി കൂടുതലായി കഴിഞ്ഞു, 100 തികഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരും കൂടെ എല്ലാ വർഷത്തെ പോലെ അതിൽ കൂടുതലായിരിക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു 100 ആകുന്നത്. ഈ അംഗനവാടിയിൽ ഇപ്പോൾ മെമ്പറിൻ്റെ വാർഡിൽ അംഗനവാടിക്കാണ് ഇപ്പോൾ സംസ്ഥാന അവാർഡ്. അംഗനവാടിക്ക് മാത്രമല്ല ടീച്ചറിന് കിട്ടിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് എന്താണ്? 2 അംഗനവാടികൾ, അതിനെക്കുറിച്ചൊന്ന് പറയാം. നമ്മുടെ ഈ അവാർഡ് കിട്ടിയപ്പോൾ എന്നെ ICDC സൂപ്പർവൈസർ എന്നെ വിളിച്ചറിയിക്കുകയുണ്ടായി. മെമ്പറിൻ്റെ വാർഡിലത്തേക്ക് അംഗൻവാടിക്കാണ് അംഗൻവാടി മികച്ച അംഗൻവാടിയായി തിരഞ്ഞെടുക്കുകയും അതോടൊപ്പം തന്നെ മികച്ച വർക്കറായി തിരഞ്ഞെടുക്കുകയും ചെയ്ത ഒരു അംഗൻവാടി സംസ്ഥാന തലത്തിൽ നമുക്കാണ് അവാർഡ് ലഭിച്ചത് എന്ന് പറഞ്ഞ് ഒരുപാട് സന്തോഷം തോന്നി. എന്നിട്ട് നമ്മുടെ കാട്ടാട പഞ്ചായത്തിനകത്ത് ഒരു അവാർഡ്, സംസ്ഥാനതല അവാർഡ് കിട്ടുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമുണ്ടായി. നമ്മൾ അന്ന് തന്നെ ഇവിടെ വന്ന ടീച്ചറിനെ ഒരു ആദരവൊക്കെ കൊടുക്കുകയുണ്ടായി. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും എത്തിയിരുന്നു. എനിക്ക് തോന്നുന്നത് നമ്മുടെ അംഗൻവാടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിലവിൽ 31 കൊച്ചുമക്കളാണ് ഇവിടെ പഠിക്കുന്നത്. എനിക്ക് തോന്നുന്നു അവരുടെ സപ്പോർട്ട്, എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ രക്ഷകർത്താക്കളുടെ സപ്പോർട്ട് നമ്മുടെ അംഗൻവാടിക്ക് എപ്പോഴും ഉണ്ട്. നിങ്ങളെല്ലാ മാസവും മീറ്റിങ്ങൊക്കെ വിളിച്ച് കിട്ടുമ്പോൾ അവരുടെ അഭിപ്രായം കൂടെ മാനിച്ചാണ് നമ്മൾ ഓരോ കാര്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് അതുതന്നെയാണ് നമ്മുടെ ഈ അംഗൻവാടി വിജയം. നമ്മുടെ കാട്ട പഞ്ചായത്തിനകത്ത് ഏറ്റവും കൂടുതൽ കൊച്ചുമക്കൾ പഠിക്കുന്ന അംഗൻവാടിയാണ് ഈ കാനക്കോട് 44 നമ്പർ അംഗൻവാടി. രക്ഷിതാക്കളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ട്. എന്താവശ്യത്തിന് നമ്മൾ ചോദിച്ചാലും അവരത് മനസ്സിലാക്കി നമ്മളെ കഴിവിൻ്റെ അങ്ങറ്റം സഹായിക്കുകയും ചെയ്യുന്നു. പിന്നെ ടീച്ചറും അതുപോലെയാണ്, ഹെൽപ്പറും അതേപോലെയാണ്. നല്ല പെരുമാറ്റമാണ് രണ്ടുപേരും, എല്ലാവരോടും കൊച്ചുമക്കളോടും എല്ലാം നല്ല പെരുമാറ്റമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൊച്ചുമക്കൾ ഇവിടെ വരാനും കാരണം. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് തന്നെ ആവശ്യമുള്ള കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ICDC സൂപ്പർവൈസർ ഉൾപ്പെടെ ഉള്ളവർ എല്ലാ അംഗൻവാടിയും ഓടി നടന്നാണ് അവിടെ എന്താണ് ആവശ്യം എന്ന് അന്വേഷിച്ച് കണ്ടെത്തുകയും അത് എങ്ങനെ ചെയ്തു കൊടുക്കാം എന്ന് നമ്മുടെ ഭരണസമിതിയോട് പറയുകയും ഭരണസമിതി വയ്ക്കുകയും ഭരണസമിതി അംഗീകരിക്കുകയും ചെയ്യും. അംഗൻവാടികൾക്കെല്ലാം മുൻഗണനയാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് വളരെ കൊച്ചുമക്കളെ കിടത്തുന്നതിന് കട്ടിൽ വേണമെന്ന് പറഞ്ഞാൽ അത് കൊടുത്തു. അത് കഴിഞ്ഞ് മെത്ത വേണമെന്ന് പറഞ്ഞ് അതും വാങ്ങിക്കൊടുത്തു. പിന്നെ അവർക്ക് ആവശ്യമായ ഈ കിച്ചണിനകത്തുള്ള മെറ്റീരിയൽസ്, പാത്രങ്ങൾ, അതൊക്കെ ആവശ്യമാണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാങ്ങിക്കൊടുത്തു. പിന്നെ അതുപോലെയുള്ള കാട്ടറ പഞ്ചായത്തിൽ ഹൈടെക്കായി മാറിയ ഒരു അംഗൻവാടി നമ്മുടെ ഈ കാനക്കോട് 44 നമ്പർ അംഗൻവാടിയാണ്. 2 എണ്ണമാണ് ആയിട്ടുള്ളൂ. ഒന്ന് കാഞ്ഞിരം ഇവിടെ ഉള്ള ഒരു അംഗൻവാടി, ആദ്യം ഇതാണ് ഹൈടെക്കായി നല്ല ചെയ്തിരുന്നത്. പഞ്ചായത്തിൻ്റെ സപ്പോർട്ടൊക്കെ നല്ല രീതിയിലുണ്ടായിരുന്നല്ലോ. പഞ്ചായത്തിൻ്റെ ഫുൾ സപ്പോർട്ടുണ്ട്. എല്ലാവരും ഒരേപോലെ തന്നെയാണ് കാണുന്നത്, അല്ലാതെ ആരെയും വിഭജിച്ച് കാണുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും ഈ സംഘടനയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? സംഘടനയുടെ സപ്പോർട്ടുണ്ട്. എന്നെ ഉപയോഗിച്ച് സംഘടനയുടെ സപ്പോർട്ട് എനിക്ക് ഒരുപാടുണ്ട്. ഓക്കെ, ഇനി വേറെ എന്തെങ്കിലും ഈ വാർഡിലുള്ള ജനങ്ങളോട് എന്തെങ്കിലും പറയാനുണ്ടോ? പ്രത്യേകിച്ച് വാർഡിലുള്ള ജനങ്ങളോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവർ എന്നെ ഈ 4.5 വർഷക്കാലവും നല്ല സപ്പോർട്ടാണ് ചെയ്തിട്ടുള്ളത്. എന്ത് കാര്യത്തിന് ഞാൻ പോയാലും നമ്മളിപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഒരു വീട്ടിൽ പോയി നമ്മൾ ക്യാഷ് അടന്ന് ചോദിച്ചാലും അവർ നല്ല രീതിയിൽ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ രീതിയിൽ പ്രവർത്തിക്കാൻ സാധിക്കുന്നത്. എപ്പോഴും നല്ല സപ്പോർട്ടുണ്ട്. എൻ്റെ ഭാഗത്ത് നല്ല വെളിയിൽ നിന്നായാലും ശരി തന്നെ
വെളിയിലെ വാർഡിലൊക്കെ ആയാലും ആരെങ്കിലും നമ്മുടെ ഈ പാർട്ടിയുടെ ഭാഗമായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും വെച്ച് പറഞ്ഞാൽ പോലും അത് കൃത്യമായി ചെയ്തു കൊടുക്കാൻ കഴിയുന്നുണ്ട്. ഇനിയും കഴിയും എന്നതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, നമ്മുടെ അതുപോലെ നമ്മുടെ ഈ വാർഡിനകത്തുള്ള ഈ ഒരു കുടിവെള്ള പദ്ധതി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യാൻ പറ്റും? കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നത് നമ്മുടെ വാർഡിനകത്ത് ഇനി ഒരു 60 വീട്ടുകാർക്ക് മാത്രമാണ് പൈപ്പിൽ കണക്ഷൻ കൊടുക്കാനുള്ളത്. ബാക്കി 748 കുടുംബമാണ് നമ്മുടെ വാർഡിനകത്തുള്ളത്. ബാക്കി എല്ലാവർക്കും നിലവിൽ കൊടുത്തു കഴിഞ്ഞു. ഞാൻ മെമ്പറാകുന്നതിന് മുമ്പേ 60-70 വീടുകൾക്ക് മാത്രമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാം നമുക്ക് ഈ വർഷം കൊടുക്കാം, ഈ 4 വർഷം കൊണ്ടൊക്കെ കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഈ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം വാർഡിനകത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം? ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം നല്ല രീതിയിൽ തന്നെ നടന്നു വരികയാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു 3-4 മാസം കൊണ്ട് 100% എല്ലാ വീടുകളും കൊടുക്കുന്നുണ്ട്. 100% തികയ്ക്കുന്ന വാർഡായി നമ്മളെ വാർഡ് മാറിക്കഴിഞ്ഞു. പിന്നെ ഇതിനകത്ത് ചില വിഷയങ്ങളിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ ക്യാൻസർ പേഷ്യൻ്റായിട്ടുള്ള അങ്ങനെയുള്ള വീട്ടിലൊക്കെ നമ്മൾ ഒഴിവാക്കാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചികിത്സയ്ക്ക് തന്നെ അനേകം പൈസ ആവുന്നുണ്ട്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറയുന്നുണ്ട്. ബാക്കിയെല്ലാം കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് നേരത്തെ നിലവിൽ 2 പേരാണ് ഹരിതകർമ്മസേന അംഗങ്ങളായിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരാളിനെ കൂടി നമ്മൾ വാർഡിലെടുത്തിട്ടുണ്ട്. 3 പേരായിട്ടാണ് ഇപ്പം പ്രവർത്തിക്കുന്നത്. നല്ല രീതിയിൽ പോകും. ഈ കാർഷിക മേഖലയ്ക്ക് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്? കാർഷിക മേഖലയ്ക്ക് നമുക്ക് ഇപ്പോൾ നമ്മുടെ ഈ കൊത്തുമൽ തോടുമായി ബന്ധപ്പെട്ട് നമുക്കൊരു ചെക്ക് ഡാം നമ്മളിപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പണി പുനരാരംഭിച്ച് വരുന്നുണ്ട്. അത് കർഷകരെ സഹായിക്കുകയാണ്. കർഷകർ എല്ലാ വെള്ളം കൊടുക്കുന്നതിന് വേണ്ടിയായ നടപടികൾ പണി നടന്നുകൊണ്ട് വരികയാണ്. അതിൻ്റെ ഭാഗമായി കർഷകർക്ക് ഈ വെള്ളം എത്താത്തതുകൊണ്ട് ചില കർഷകർക്ക് കൃഷി ചെയ്യാൻ പറ്റുന്നില്ല എന്നൊരു പരാതി ആദ്യം ഉണ്ടായിരുന്നു. അത് കണ്ടു പഠിച്ചതിന് ശേഷമാണ് ഇപ്പം ഈ ചെക്ക് ഡാമിൻ്റെ പണി പുനരാരംഭിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു പരിഹാരം കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ വാർഡിനകത്ത് നമ്മുടെ ബ്ലോക്ക്, ജില്ല, MLA അപ്പോൾ ഇവരുടെയൊക്കെ സംഭാവനകൾ, അത് വന്നിട്ടുള്ള പദ്ധതികൾ, റോഡ് ഉൾപ്പെടെ എങ്ങനെയാണ് പറയുന്നത്? നമ്മുടെ ഇപ്പം നമ്മൾ കയറിയ ഭരണസമിതി വന്നതിന് ശേഷമാണ് ഈ റോഡ് MLA അഡ്വക്കേറ്റ് IB സതീഷ് MLA ആണ് ഈ റോഡിൻ്റെ പണി ഏറ്റെടുക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തത്. MLA ഫണ്ടായിട്ട് എൻ്റെ വാർഡിൽ കിട്ടിയിട്ടുള്ളത് ഏക റോഡ് ഇതാണ്. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതുവരെയും ഒരു ഫണ്ടും തന്നിട്ടില്ല. പിന്നെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് 8 ലക്ഷം രൂപ ഒരു പ്രാവശ്യം നമുക്ക് ഒരു കുളം നവീകരിക്കുന്നതിന് വേണ്ടി തന്നു. അതാണ് അവരിൽ നിന്നുള്ള സംഭാവനയായി കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി പൊതുവിൽ ജനങ്ങളുടെ സപ്പോർട്ട്, അതുപോലെ ബാക്കിയുള്ള കുടുംബത്തിൻ്റെ ഉൾപ്പെടെയുള്ള സപ്പോർട്ടുകൾ എങ്ങനെയാണ് ഈ ഒരു 5 വർഷക്കാലം പറയാനുള്ളൊരു മെസ്സേജ് എന്താണ്? സപ്പോർട്ട് എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നിന്നും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും എല്ലാം നല്ല സപ്പോർട്ടാണ്. ജനങ്ങൾക്ക് എപ്പോഴും ജനങ്ങളൊരു ആവശ്യമെന്ന് പറയുമ്പോൾ ഇപ്പോൾ ജനങ്ങൾ ഒരു ഫോൺ വിളിക്കുമ്പോൾ തന്നെ ഉടനെ എത്താൻ പറ്റിയാൽ അവർക്ക് നല്ലതെന്ന് പറയും. ഈ പുറത്ത് താമസിച്ച് കഴിഞ്ഞാൽ അവർ പറയും, അയ്യോ മുമ്പേ ഞാൻ അന്ന് ഓട്ടിട്ട് വന്നിട്ട് ഞാൻ വിളിച്ചിട്ട് എത്തിയില്ലല്ലോ എന്ന് പറയുന്നവരുമുണ്ട്. പിന്നെ സമൂഹമാണല്ലോ, എല്ലാവരെയും ചിലപ്പോൾ ഒരേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റില്ല. എന്ന് കഴിഞ്ഞാൽ ചിലവർ ഒരു സ്വഭാവം ഒരു രീതിയായിരിക്കാം, മറ്റുള്ള ചിലവരുടെ സ്വഭാവം വേറൊരു രീതിയായിരിക്കാം. അപ്പം അതിനെല്ലാം നമ്മൾ തരണം ചെയ്ത് കൊണ്ടുപോകുമ്പോഴാണ് നമുക്കും യഥാർത്ഥമായ ഒരു മെമ്പറായി മാറാൻ സാധിക്കുന്നത്. ഈ റോഡ് അല്ല വേറെ റോഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ? കോൺക്രീറ്റ് റോഡ് ഉൾപ്പെടെ ടാറിങ് അല്ലാതെ പഞ്ചായത്ത് ഫണ്ട് വെച്ച് അല്ലാതെ ആശ്രയപുരി ഒരു റോഡ് ടാർ ചെയ്തിട്ടുണ്ട്. അതുപോലെ കാരിഞ്ചൽ പാപ്പന റോഡ് 2 ആഴ്ചയായുള്ളൂ ടാർ ചെയ്തിട്ട്. പിന്നെ അതുമായിട്ട് നടപ്പാതകൾ 3 നടപ്പാത 3 ലക്ഷം രൂപ വെച്ച് 3 നടപ്പാത ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോയിട്ട് സൈഡ് വാൾ കെട്ടാൻ സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ പാപ്പനം അമ്പലത്തിങ്കാല ചെന്ന് കയറുന്ന ഒരു ബൈ റോഡ് 2 സൈഡും കെട്ടി, അതിനെ നിലമായിരുന്നു, അതിന് 2 സൈഡും കെട്ടി മണ്ണടിച്ചു. ഇപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും നമുക്ക് വണ്ടിയിൽ പോകാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്.